പഞ്ചസാരയും നെയ്യും കൂടി കൂട്ടി ഇടയ്ക്കിടെ സേവിക്കും. അങ്ങനെ മൗലവി ഇങ്ങനെ നന്നായി സേവിച്ച് നന്നായി ഭക്ഷണം കഴിച്ചിട്ടാ പ്രസംഗിക്കലുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, മാംസം ഹാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു. അബ്ദുള്ള ഹാജി ഇത് പിളരുന്നതിന് മുമ്പ് ഇറക്കിയത് 2 ഗ്രൂപ്പിനും ബാധക. ആരും നിങ്ങൾ പറയുമോലേ മറ്റൊരു കേൾക്കട്ടെ എന്ന് പറയണ്ട, 2 കൂട്ടരും കേട്ടോളി. മാംസം ഹാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു. ഒരു ദിവസം അധികാരിയോട് ഹാജി കാട്ടിയിറച്ചി കിട്ടുമോ എന്ന് അന്വേഷിച്ചു. കാട്ടിയിറച്ചി എന്ന കാട്ടുപോത്തിന്റെ ഇറച്ചി, കാട്ടിയാന മാറിയായ ഫീലല്ല. ഉടനെ തന്നെ അധികാരി വെടിവെച്ച് കാട്ടിയിറച്ചി കൊണ്ടുവരാൻ കാട്ടിലേക്ക് ആളെ അയച്ചു. നോക്കിങ്ങൾ, നമുക്ക് ഏറിയ പാടോ കോഴിയോ ഇത്രല്ലേ നമ്മൾ സുന്നി പണ്ഡിതന്മാർ കിട്ടലുള്ളൂ. അത് നമ്മളെ അങ്ങാടിയിലൊക്കെ ഉണ്ടാവും, ആടും ഉണ്ടാവും, കോഴി ഉണ്ടാവും. ഇയാൾക്ക് അതൊന്നും പോരാ, കാട്ടിപ്പോത്തിന്റെ ഇറച്ചി കിട്ടണം. അത് ഇവിടുന്ന് കിട്ടുക. ഈ കടാര കൈ വെച്ച് നടക്കുന്ന ആൾക്കാരെ പിന്നെ കാട്ടിപ്പോത്തിന്റെ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? കാടാരോണ്ട് ലേഖനത്തിന് ആൾക്ക് കാട്ടിപ്പോത്തിന്റെ ഇറച്ചി കിട്ടണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ കാട്ടിലേക്ക് ആളെ വിട്ടു. പടച്ചോനെ, കുറെ കഴിഞ്ഞ് കാട്ടി ഇറച്ചി ലഭിക്കുകയും ഹാജി ഇഷ്ടം പോലെ സന്തോഷത്തോടെ തിന്നുകയും ചെയ്തു. അപ്പൊ ഇതാ മൂപ്പര തീറ്റ. മൗലിദിന് ഭക്ഷണം ഉണ്ടാക്കുന്നവരെ പരിഹസിക്കുന്ന മുജാഹിദുകൾ ഇത് മനസ്സിലാക്കണം. സഹോദരന്മാർ,